10th വെഡിങ് ആനിവേഴ്സറി ആണ്. വെറുതെ അങ്ങ് ആഘോഷിച്ചാൽ പോരല്ലോ, നമുക്കൊരു ട്രിപ്പ് പോവാം. ആനിവേഴ്സറി, ബർത്ത്ഡേ പോലുള്ള എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കേക്ക് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് വഴിക്ക് കണ്ടൊരു കടയിൽ ഞങ്ങൾ കേക്ക് വാങ്ങാൻ കയറി. അടിപൊളി കടയായിരുന്നു. ഫുമോത്തോ പറ ക്യാമ്പ് ഗ്രൗണ്ട്, ഇവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ട് ആഘോഷിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വരണമെങ്കിൽ നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. ഇവരുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് ടൈമേഴ്സ് ആണെങ്കിൽ അവർ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ഞങ്ങൾ ഫസ്റ്റ് ടൈമേഴ്സ് ആണ്, അപ്പം അത് നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെ ഞങ്ങളും ചൂസ് ചെയ്തേ. നമുക്കിവിടെ രാവിലെ 8:30 തൊട്ട് പിറ്റേ ദിവസം വൈകിട്ട് 2:30 വരെയാണ് സമയമുള്ളത്. അതിൽ ഏത് സമയം വേണേൽ നമുക്ക് കയറി വരികയും ചെയ്യാം, എക്സിറ്റ് ആവുകയും ചെയ്യാം. പിന്നെ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ അത് മൂവ് ചെയ്യാൻ പാടില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ 5 മണിക്ക് മുമ്പ് പോകണം. ഞങ്ങൾ ടെൻ്റ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ലേ, ഇങ്ങനെ ടാർപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനടിയിൽ ചെയറും ടേബിളൊക്കെ ഇട്ട് ഒരു ചെറിയ ക്യാമ്പ് വൈബ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമേഴ്സ് അല്ലേ, അപ്പം ഞങ്ങളെല്ലാം ചെയ്ത് പയ്യാണ് പഠിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെങ്കിലും പിന്നീട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നേ. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫുജിസാനാണ്. മൗണ്ട് ഫുജിയുടെ ഒരു ഐക്കോണിക് വ്യൂ കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഇത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുജിസാനയും കണ്ട് റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങളങ്ങനെ കുറേ സമയം ഇവിടെ വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ട്രിപ്പ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അവിടെ അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് വുഡൊക്കെ വാങ്ങിയിട്ട് വരിക. വുഡൊക്കെ വാങ്ങുന്നത് നമുക്ക് രാത്രിയിൽ ഫയർ പിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ശരിക്കും ഞങ്ങളുടെ പ്ലാനിലുള്ളതല്ലായിരുന്നു. എന്തായാലും ഞങ്ങളൊരു ബാർബിക്യൂ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ ഞങ്ങൾ അതും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മൗണ്ട് ഫുജിയുടെ വ്യൂ ഒക്കെ കണ്ട് കുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാ ദിവസവും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം ഞങ്ങളും ചെറുതായിട്ട് തുടങ്ങിയേ. എല്ലാവരും ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോൾ ബാർബിക്യൂവും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡാണ് സെലക്ട് ചെയ്തത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നും ഒറ്റയ്ക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല, പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയല്ലേ. ഈ കാണുന്ന മലയിൽ കാണുന്ന ഈ വെള്ള സ്പോട്ടൊക്കെ ഇല്ലേ, അതൊക്കെ സക്കുറ പൂത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ച് നിൽപ്പുണ്ടായിരുന്നേ. നമുക്ക് ചില നെയ്ബേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട്. 2:30 ആകുമ്പോൾ ചിലരൊക്കെ ചെക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകളൊക്കെ ആയിട്ട് എന്നാൽ പ്രൈവസിക്ക് ഒരു കുറവും ഇല്ലാതെ ഇരിക്കുവാണ്. ഇതാ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഫുഡൊക്കെ സെറ്റായത്. ആഹാ, ആ ഫയറൊക്കെ ഇട്ട് അതിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുക ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരുന്നേ. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ 5 വർഷത്തെ ജീവിതം ഒന്ന് ആഘോഷിച്ചേ. ഇത് പിറ്റേ ദിവസമാണ്. ഫുജിയുടെ കൂടെ ഈ സൺറൈസ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. എന്നാ ഭംഗിയാ, ആ മേഘം തന്നെ കാണാൻ എന്ത് ഭംഗിയാ അല്ലേ. കുറേ നേരം ആ കാഴ്ച ഇങ്ങനെ കണ്ടിരുന്നു. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഫുജിസാൻ മുങ്ങി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണേ. ഈ മൗണ്ട് ഫുജി അങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഒന്നും കാണാൻ പറ്റുന്നല്ലേ. പക്ഷെ ഞങ്ങൾ എപ്പോഴൊക്കെ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും പുള്ളി ഞങ്ങളെ നിരാശപ്പെടുത്താതെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പം കുറച്ച് നേരം ഹൈഡായെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി തലപൊക്കി തുടങ്ങി. ബാക്കിലുള്ള മലയും നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റായി. ഫുജിസാൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അവിടെ ഇതാ പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം സംഭവമാണ്. എന്തായാലും അതും കണ്ട് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിരുന്നേ. അങ്ങനെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ റോഡാണ്. റോട്ടിൽ കൂടെ ആളുകൾ പോകുന്ന കാണുന്നില്ലേ. ഈ ഫുജിസാൻ്റെ മുകളിൽ കാണുന്ന ഈ വൈറ്റ് കളറില്ലേ, ഇത് മഞ്ഞാണ്. ഇതിപ്പോൾ ഏപ്രിലല്ലേ, ഏപ്രിലൊക്കെ ഇപ്പോൾ മഞ്ഞായിട്ട് തന്നെയാണ് അവിടെ മുകൾ ഭാഗത്തൊക്കെ ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ സമ്മർ സീസൺ ആകുമ്പോൾ മഞ്ഞൊക്കെ പോകും.
അപ്പോൾ നമുക്ക് ഫുജി കയറാനൊക്കെ പറ്റുമേ. ഇവിടെ എല്ലാവരും ഫുജി കയറാറൊക്കെ ഉള്ളതാണ്. ഞങ്ങളും കുറേ പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഈ മലയും നല്ല ഭംഗിയാണ്. അത് കാരണം ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും എങ്ങോട്ട് വെച്ചാലും ക്യാമറ നല്ല ഫ്രെയിമാണ്. കണ്ടിട്ടും കൊതി തീരുന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. ഈ ക്യാമ്പ് ഗ്രൗണ്ട് ഫുള്ള് ഞങ്ങൾ നടന്നു. ഈ ഫുജീസാനെയും കുറേ പുതിയ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. എന്തായാലും ഈ സീൻ, ഈ ഫ്രെയിം അടിപൊളിയല്ലേ. ഇപ്പോൾ ഏകദേശം 2:30 ആവാറായേ. എല്ലാവരും പയ്യെ പാക്ക് ചെയ്ത് പോവുകയാണ്. നമ്മളും നമ്മുടെ ഒരു ദിവസത്തെ വീടൊക്കെ അഴിച്ച് കെട്ടി ആഷൊക്കെ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുമേ. അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഞങ്ങളും പയ്യെ ഇവിടുന്ന് പുറപ്പെടുവാണ്. അങ്ങനെ ഞങ്ങളുടെ 5 വർഷം ഒന്നിച്ചുള്ള ജീവിതം ഒന്ന് ചെറുതായിട്ട് ആഘോഷിച്ചേ.